ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു കേരള ലഞ്ച് മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 123ാമത്തെ മെനു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 റെസിപ്പീസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാറോ അല്ലെങ്കിൽ രസമോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അതിന് കോമ്പിനേഷനായിട്ടൊരു മുള്ളങ്കിയും കൊണ്ടുള്ള തോരനാണ്. രണ്ടും വിൻ്ററിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ ബാക്കി വന്ന മല്ലിയിലയും മാങ്ങയും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി സിമ്പിളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഉണ്ടാക്കുന്ന മത്തങ്ങയുടെ ചാറാണ്. അതിനായിട്ട് കുക്കറിലേക്ക് മത്തങ്ങ ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കഷ്ണം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലിന് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ മത്തങ്ങേനെ ഒന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് മാഷ് ചെയ്യണ്ട, ഒന്ന് ചെറിയ ഒരു പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചും കൂടി സാധാരണ വെള്ളവും ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ രസപ്പൊടി ഉണ്ടെങ്കിൽ രസപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ്. ഞാൻ ശർക്കര പാനി റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ ശർക്കരയുടെ പീസ് അല്ലെങ്കിൽ പൊടി ചേർത്താൽ മതി. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള താളിപ്പ് റെഡിയാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് കടുകും ജീരകവും ചുവന്ന മുളകും കായപ്പൊടിയും കരിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, ജീരകം പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ രസം അല്ലെങ്കിൽ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു താളിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ ചാറോ അല്ലെങ്കിൽ രസമോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തുണ്ടാക്കുന്നത് മുള്ളങ്കിയും കൊണ്ടുള്ള തോരനാണ്. അതിനായിട്ട് മുള്ളങ്കി ഇതിങ്ങനെ നീളത്തിൽ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ആവി കൊള്ളിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളമുണ്ട്. ഇനി മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആവി കയറി മുള്ളങ്കി ഒന്ന് കുക്കാവണ വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉഴുന്നും പരിപ്പൊന്ന് ചോപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള മുള്ളങ്കിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുള്ളങ്കിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ആവിയിൽ വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ജീരകം, കുറച്ച് കരിവേപ്പില, ഇത്രയും ചതച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക്.
ഇനി ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് ഈ മുള്ളങ്കിയുടെ ആ ഒരു സ്ട്രോങ് സ്മെല്ലുണ്ടല്ലോ അത് തീരെ ഉണ്ടാവില്ല. ഏകദേശം ഒരു കൊപ്പക്കായയുടെയും അല്ലെങ്കിൽ പപ്പായയുടെ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തായാലും മുള്ളങ്കിയുടെ സീസണാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമ്മുടെ തോരനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൽ റെഡി ആയിട്ടുണ്ട്. ഈ മീൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.